നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ട് ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ എങ്കിലും കാണും. അങ്ങനെ ഒരാൾ ഇല്ലാത്തവരായിട്ട് ആരും കാണില്ല, അല്ലേ ശാരിക? ശാരികയ്ക്ക് ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ ആദ്യം എന്താണ് ഓർമ്മ വരുന്നത്? തീർച്ചയായിട്ടും ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമുക്ക് അധ്യാപകർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇരിക്കുന്ന കസേരയിൽ നിന്ന് അറിയാതെ ഒന്ന് എഴുന്നേൽക്കുക, അല്ലെങ്കിൽ വിനയം കൊണ്ട് ഹൃദയം നിറയുക, അങ്ങനൊരു സംഭവങ്ങളാണ് അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ. ഇപ്പോഴും അത് പറയുമ്പോൾ എനിക്ക് ഗൂസ് ബംസ് ആണ്, കാരണം അത്രയ്ക്ക് നല്ല അധ്യാപകരുടെ ശിഷ്യയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഭാഗ്യമായിരുന്നു, അങ്ങനെയുള്ള അധ്യാപകരെ കിട്ടുക എന്നുള്ളത്. അധ്യാപകരെന്ന് പറഞ്ഞാൽ ഗുരു, അത് തന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നത് ആ ഗുരു ദൈവസ്ഥാനീയം തന്നെയായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അധ്യാപകരെ കുറിച്ച് പറയുമ്പോൾ ഒന്നെങ്കിൽ പീഡനവീരൻ, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് അധ്യാപികമാരെ കുറിച്ച് കുളിസീനൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അറിഞ്ഞായിരുന്നോ? ആ വാർത്ത അറിഞ്ഞായിരുന്നോ? ചെറുതായിട്ടൊക്കെ കേട്ട് കാണും അല്ലേ? സത്യത്തിൽ അങ്ങനൊരു വാർത്ത ഞാൻ പ്രതീക്ഷയല്ല കേട്ടോ. ഒരു അധ്യാപിക ശരിയാണ്, അധ്യാപികർക്കെതിരെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്ന് വെച്ചിട്ട് സ്വന്തം സത്വത്തെ മറന്നുകൊണ്ട് അതിന് പ്രതികാര മനോഭാവത്തോടു കൂടി ആ കുളിസീൻ, അതായത് കുളിസീൻ എന്ന് പറഞ്ഞാൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ മൊത്തത്തിൽ മറ്റേ സീൻ കാണിക്കുകയാണ് അധ്യാപിക. അവരൊക്കെ അധ്യാപിക അതായത് എന്താ ശാരിക എന്താ പറഞ്ഞത്? അധ്യാപിക അവർക്കെതിരെ ഒരു ലൈംഗിക ആരോപണം ഉണ്ടായി, അല്ലെങ്കിൽ അവരുടെ കോളേജിൽ പഠിക്കുന്ന അവർ കോളേജ് അധ്യാപികയാണ് കേട്ടോ, ലെക്ചറാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഇതിന്റെ കാര്യമാണ് ഒരു ഗവൺമെന്റ് കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയുടെ ക്ലാസ് റൂമിന്റെ മുൻപിൽ അവിടുത്തെ തന്നെ സ്റ്റാഫ് അധ്യാപകനാണെന്നാണ് അവർ ആരോപിക്കുന്നത്. ഇവരുടെ നഗ്ന ചിത്രങ്ങൾ ഉള്ള ഫോട്ടോസ് അവരുടെ കയ്യിലുണ്ടെന്നോ നഗ്ന ചിത്രങ്ങൾ കാണാമെന്നോ പറഞ്ഞ് ഒരു പോസ്റ്റർ കൊണ്ടൊട്ടിക്കുന്നു. അതിന്റെ പേരിൽ അവർ പരാതി കൊടുക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു. പക്ഷേ ആ അധ്യാപകനെ കോളേജിൽ നിന്ന് പുറത്താക്കി അയാൾക്കെതിരെ നടപടികളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാണ് അവരത് ചെയ്യുന്നത്. ഇപ്പം അയാളെ പുറത്താക്കി ട്രാൻസ്ഫർ ആക്കിയെന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ അവരതിന് ചെയ്ത ഒരു പ്രതികാര നടപടി എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ചാനലുണ്ട്. ആ പേരൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അധ്യാപികയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനല് കുളിസീന, ഫുൾ കുളിസീന എന്ന് പറഞ്ഞാൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, നൈറ്റിയൊക്കെ ഇട്ടിട്ടൊരു കുളിസീന. എൻ്റെ ലൈവ് നിങ്ങൾക്ക് 8 മണിക്ക് ശേഷം എന്നെ കാണാം. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ അധ്യാപകയെ കുറിച്ച് ആരോപണങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നു, അയ്യോ കഷ്ടം, ഒരു അധ്യാപികയെ കുറിച്ച് എങ്ങനെ പറയാൻ തോന്നും? അല്ലേ തന്നെ പിള്ളേരെ പേടിച്ചിട്ടാണ് അധ്യാപികമാർ കോളേജിലും സ്കൂളിലും ഒരുപാട് ചൂഷണങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് അധ്യാപികമാർക്കെതിരെ, അല്ലെങ്കിൽ അധ്യാപകന്മാർക്കെതിരെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ അവർ ചെയ്യാത്ത കാര്യങ്ങൾ വരെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ളൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, പണ്ടത്തെ ഒരു സ്റ്റൈല് ഇനിയും തിരിച്ചു വരണം. അധ്യാപകനോ അധ്യാപികയ്ക്കോ കുട്ടികളെ ഒന്ന് വഴക്ക് പറയാനോ അല്ലെങ്കിൽ അവരുടെ ബാഗ് പരിശോധിക്കാനോ ഒക്കെ ഉള്ള ഒരു അവസരം കൊടുക്കണം. അങ്ങനെയൊക്കെ തടഞ്ഞു വെക്കുന്നതുകൊണ്ട് ഇന്നത്തെ കുട്ടികൾ വഴിമാറി സഞ്ചരിക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ ശാരിക പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ഒരു വൾഗാരിറ്റി, എന്താ പറയാ, അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും അല്ലേ? ആ ടീച്ചറിന്റെ ചാനലുണ്ട്, ആ ചാനലിന്റെ പേരൊന്നും ഞാൻ ഇവിടെ എല്ലാവരും ഇപ്പോൾ വൈറലായിട്ടുണ്ട്. ആ പേരിൽ നമ്മളായിട്ട് ഇനി പറയുന്നില്ല, നമുക്കൊരു ഡിഗ്നിറ്റി ഉണ്ടല്ലോ. ഒരു അധ്യാപികയുടെ ചാനലാണ് അത്. നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ആ ചാനലിലേക്ക് ഒന്ന് ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ ചാനലൊന്ന് പോയി നോക്കി. സത്യത്തിൽ നമ്മൾ ചിന്തിക്കുക എന്താണ്, ഇവർക്കെതിരെ ലൈംഗിക അധിക്ഷേപം വരുന്നു, കഷ്ടം, ഇങ്ങനെ അധ്യാപകർക്കെതിരെ ഇത്രയും മെച്ചൂർഡായിട്ടുള്ള ആൾക്കാർ എങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിച്ച് നമ്മൾ അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് പൗർണമി, നമ്മളെ തലയെ തോർത്തിട്ട് മറ്റേ ടോർച്ച് അടിച്ച് തിരിച്ചിറങ്ങേണ്ടി വരും. അത്രയ്ക്കും മ്ലേച്ഛമായിട്ടുള്ള വീഡിയോകളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. മറ്റേ നാഗാദേവിയെ പോലെയൊക്കെ കുറേ പേരുണ്ടല്ലോ, ഇറങ്ങിയിട്ടുണ്ടല്ലോ. അവരൊക്കെ എത്രയോ ഭേദമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഇവരെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും അവരൊക്കെ എത്രയോ ഭേദമെന്ന് നമ്മൾ ചിന്തിക്കും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു അധ്യാപകർക്ക് ഇങ്ങനെയൊക്കെ തരം താഴാനായിട്ട് സാധിക്കും? അതായത് ഇത്തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നു, അത് സ്വന്തം യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നു, ശേഷം അവർ വീണ്ടും പോവാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, അല്ലേ? അതെ, അതായത് പ്രായപൂർത്തിയായ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത്, കൊച്ചു പിള്ളേരെയല്ല. കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. ഇവരൊക്കെ എന്ത് മാതൃകയാണ് കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ സാറുമാർ ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഇതിനപ്പുറത്തേക്ക് എന്താണ് മറ്റ് പ്രതീക്ഷകൾ വെക്കേണ്ടത്, അല്ലേ? അതെ, കാരണം കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ITI കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ എഞ്ചിനീയറിംഗിൽ എത്രയധികം ടെക്നിക്കൽ ബുദ്ധികൾ ഉപയോഗിച്ച് പഠിപ്പിക്കേണ്ട ഒരു സംഭവം, ഭാവിയിലെ ഇന്ത്യയെ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തെ ബിൽഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതൊരു ടെക്നിക്കൽ സംഭവങ്ങളും ചെയ്യേണ്ട ഉന്നത രീതിയിൽ പ്രൊഫഷണലായിട്ട് മാറേണ്ട കുട്ടികളെ വാർത്തെടുക്കേണ്ട അധ്യാപകർ ഇത്തരം രീതിയിൽ തരംതാണ്. അതൊരു ഗവൺമെന്റ് കോളേജുകളിൽ PSC എഴുതി കിട്ടിയാൽ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയി ആയാൽ എന്ത് തോന്നിയ ദിവസം കാണിക്കും, അവരെ ജോലിയിൽ നിന്ന് ഇവരെയുള്ളവരെയൊക്കെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണ്ടേ പൗർണമി? അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരെയാണ് ഇന്നൊരു മാതൃകയാകാൻ പറ്റിയ ഒരു വ്യക്തിത്വം ഇന്നത്തെ ലോകത്തുണ്ട്? 19ാം നൂറ്റാണ്ടിലും 16ാം നൂറ്റാണ്ടിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനത്തെ ആൾക്കാർ. അവശേഷിക്കുന്ന കുറച്ച് ആളുകളെ കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം. അതെ, നമ്മൾ ആരും ഇവിടെ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് തള്ളാൻ പറ്റുമോ? ഇതൊക്കെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എടുത്തിട്ട് അങ്ങ് വ്യാപിപ്പിച്ചു. നമുക്ക് ഒരിക്കലും യൂട്യൂബേഴ്സിനെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഇത് കാണിക്കാം.
എന്നെ പറയുന്നതിന് എന്താണ് പ്രശ്നം? ഇത് കാണിക്കുന്നതിന് ഒരു വിഷയവും അല്ല. മറ്റൊരു കാര്യം, ഇത് കാണിക്കാം പക്ഷെ കാണാൻ പാടില്ല. അതെ, അങ്ങനെ ഒരു നിയമമാണ്. ഇതൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ഇതൊക്കെ ഈ യൂട്യൂബേഴ്സിന് ഇനി അടുത്ത ചാനൽ ചർച്ചയ്ക്കുള്ള സംഭവം. ഇപ്പൊ നമ്മളെയും പറയുന്നത് അങ്ങനെ, ചാനൽ ചർച്ചയ്ക്ക് വേറൊരു സംഭവം ഇവർക്ക് കിട്ടിയില്ല, ഇത്രയും വൃത്തികെട്ട ചേച്ചിമാർ എന്തൊക്കെയാ, നിങ്ങൾക്ക് ന്യൂസിൽ ഇത്ര പഞ്ഞമാണ്, ഇതൊക്കെയല്ലേ ന്യൂസ്. വാർത്താ ദാരിദ്ര്യം കൊണ്ടായിരിക്കും നിങ്ങൾ അങ്ങനെ പറയുന്നവര് പറഞ്ഞു എന്താണ് വാർത്ത എന്നുകൂടി ഒന്ന് പറഞ്ഞു തരാം. അതെ, എന്താണ് നിങ്ങൾ വാർത്ത എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഏതോ കാലഘട്ടങ്ങളിൽ നടക്കുന്ന ചരിത്രാതീത സംഭവങ്ങളെ ചരിത്രം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് നടന്നുപോയ സംഭവങ്ങൾ നമ്മൾ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ ചരിത്രം, ഇന്ത്യയുടെ ചരിത്രം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രം. പക്ഷെ ഇപ്പോൾ നമ്മൾ ന്യൂസ് ചാനലുകാർ ചെയ്യേണ്ടത് അന്നുള്ള കാലങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതിന്റെ സത്യമായ കാര്യങ്ങളോ അതിന്റെ പല പല പഠനങ്ങളെ കുറിച്ചോ ചർച്ചകളെ കുറിച്ചോ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിന് താഴെ വരുന്ന കമന്റുകൾ അങ്ങനല്ല. നിങ്ങൾക്ക് വേറെ ന്യൂസ് ഒന്നുമില്ലേ, നിങ്ങൾ ഇത്ര അധപ്പതിച്ചു പോയോ? ഈ നാട്ടിൽ നടക്കുന്നതല്ലാത്ത എന്ത് കാര്യങ്ങളെ കുറിച്ചാണ് സുഹൃത്തുക്കളെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്? അല്ല, വാട്ട് എവർ ഹാപ്പൻസ്. ഇപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം, അതായത് എനിക്ക് തോന്നുന്നില്ല പൊതുസമൂഹം ഈ ഒരു കാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. തീർച്ചയായും ഒരു അധ്യാപികയ്ക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിക്കോട്ടെ, അതൊന്നും ഒരു തെറ്റല്ല. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഒരു സബോർഡിനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സബ്ബായിട്ട് യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ല നല്ല കണ്ടന്റ്സ് ഇരട്ടെ. ഇപ്പോൾ ഇപ്പം സ്വാഭാവികമായിട്ട് ഇവരൊരു ടീച്ചർ ആകുമ്പോൾ ഇവർക്ക് പഠിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആ വിഷയത്തെ പറ്റി ഇടാം. അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിനെ അവർക്ക് വ്യൂവേഴ്സ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ എന്തെല്ലോ കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഇത്തരത്തിലൊരു വൾഗാരിറ്റി അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിൽ അവരുടെ ഇഷ്ടമാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ പോലും ഒരു അധ്യാപികയല്ലേ നമ്മളെല്ലാവരും. ഇപ്പം നമ്മളെ അടക്കം വിമർശിക്കുന്നവരുടെ മനസ്സിൽ പോലും അയ്യോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇത് കുട്ടികൾക്ക് തെറ്റായ മാതൃകയല്ലേ നൽകുന്നത് എന്ന ചോദ്യത്തോടെ ആയിരിക്കും നമ്മളെ പോലും വിമർശിക്കുന്നത്, അല്ലേ ശരിക? അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള അധ്യാപികമാരെ പ്രോത്സാഹിപ്പിക്കുകയല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതൊക്കെ കണ്ടുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ തന്നെ കിളി പോയിരിക്കുന്ന അവസ്ഥയാണ്. ഇതെല്ലാം ഈ ചാനലിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇങ്ങനെ നിങ്ങളോട് പറയണമല്ലോ, പറയുമ്പോൾ ഞങ്ങളിത് കണ്ടു പഠിച്ചിട്ട് വേണമല്ലോ തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാനായിട്ട്. കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. നോർമൽ ഒരു സാറ്റലൈറ്റ് ചാനലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഏഷ്യാനെറ്റോ സൂര്യയോ ഒക്കെ പോലുള്ള സാറ്റലൈറ്റ് ചാനലുകൾക്കൊന്നും ഇതിനുള്ള സമയമില്ല, അവർക്ക് അവരുടേതായ വേറെ വാർത്തകളുണ്ട്. പക്ഷേ ഞങ്ങളെ പോലുള്ള അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ പോലുള്ള ചെറിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രമാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിക്കും. പക്ഷേ ഇത് വാർത്ത ഒരു ചെറുതായിരിക്കാം, പക്ഷേ ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചർച്ചയ്ക്ക് വെക്കുകയും അതോടൊപ്പം തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപികയാണ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അവർക്കെതിരെ ഒരു അതിക്രമണം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോളേജ്, അവരുടെ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് എല്ലാം നടപടി തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്. പറയുന്ന ഒരു സാറിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഒരുപക്ഷെ ഈ യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ഇതിന് മുൻപും സാറ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു വൾഗാരിറ്റി അല്ലെങ്കിൽ ഇവർ പറയുന്നുണ്ടല്ലോ രാത്രി ലൈവ് വരാം. അപ്പോൾ അവർ പറയുന്നതിൻ്റെ രീതിയും അവർ ഇതിന് മുൻപിട്ട കണ്ടന്റിൻ്റെയൊക്കെ ഒരു ബാക്കിയായിട്ടായിരിക്കും പുള്ളിക്കാരൻ ഒന്ന് ചാടിക്കേറി ആ വൃത്തികേടാണെങ്കിൽ പോലും അവിടെ എഴുതി വെച്ചത്, അല്ലേ? അങ്ങനെ ആവാനല്ലേ സാധ്യത കൂടുതൽ ശരിക? തീർച്ചയായിട്ടും അങ്ങനെ ആവാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള അധ്യാപകരെക്കെതിരെ കർശന നടപടികൾ തന്നെ സ്വീകരിക്കണം. ഇവർക്ക് എന്തോ സ്ഥലം മാറ്റം, അവർ പഠിപ്പിച്ച കോളേജിൽ നിന്ന് നേരിട്ടൊരു സ്ഥലം മാറ്റമാണ് കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. പക്ഷേ ഇനി എത്രമാത്രം ഇത് പ്രായോഗികമാകുമെന്ന് അറിഞ്ഞുകൂടെ. ഒരു സ്ഥലം മാറ്റം കൊണ്ട് അവരുടെ ക്യാരക്ടർ മാറുമെന്ന് എനിക്ക് അറിഞ്ഞില്ല. സത്യത്തിൽ ഒന്നെങ്കിൽ അവർ അധ്യാപനം തുടരുക, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടരുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട കണ്ടന്റുകൾ ചെയ്തുകൊണ്ട് ഇത് എൻ്റെ അവകാശമാണ്, ഇതെൻ്റെ ജന്മാവകാശമാണ്, എൻ്റെ പൗരത്വ അവകാശമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അർത്ഥമുണ്ടോ എന്ന് അറിയില്ല. എന്നിരുന്നാലും ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങളുള്ളവർ അധ്യാപന ജോലിയിൽ നിന്ന് വിരമിക്കുന്നത് വളരെ നല്ലതായിരിക്കും.